ഒരുമിച്ച് ചെയ്യുമ്പോഴും ഓരോരുത്തരും മാറി മാറി ഇത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറ്റുള്ളൂ. രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് അങ്ങനെ ലൊക്കേഷനിലും അധികം ഞങ്ങളങ്ങനെ നിൽക്കാറില്ല. രണ്ടുപേരും ഒരുമിച്ച് ആക്ഷൻ പറയുക, ഒന്നിച്ച് നിന്നിട്ട്. അപ്പോൾ അതായത് ആർട്ടിസ്റ്റിനും ഒരു കൺഫ്യൂഷൻ വരും. രണ്ടുപേര് നിന്നിട്ട് ഇതിൽ ആരാ ആക്ഷൻ പറയുക, ആരാ കട്ട് പറയുക എന്ന് പറയും. എപ്പോഴും ഇത് സെറ്റിൽ ഒരാൾ നിന്നിട്ടാണ് ചെയ്യാറുള്ളത് അതിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ലൊക്കേഷനിൽ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ 20 വർഷം ഒരുമിച്ചുണ്ടായിട്ട് പെട്ടെന്ന് തനിച്ചാവുമ്പോഴുള്ളൊരു ചെറിയ മാനസികമായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതായത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വളർത്തുനായ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു കാഴ്ച ഒരു ചാനലിൽ കാണുകയുണ്ടായി. ഒരു വിദേശത്ത് എവിടെയാണ് ഒരു വെള്ളപ്പൊക്കവും പേമാരിയും ഒക്കെ ഉള്ള സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ആ ഹെലികോപ്റ്ററിലേക്ക് അദ്ദേഹത്തിൻ്റെ വളർത്തുനായയെ കയറ്റാനായിട്ട് സമ്മതിച്ചില്ല അവർ. അയാൾ കയറിയില്ല. അതിൽ വെള്ളം മുങ്ങി ആ സ്ഥലം മുഴുവൻ വെള്ളത്തിനടിയിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ആ നായയ്ക്ക് വേണ്ടിയിട്ട് അതിനെയും കൊണ്ട് നീന്തി കുറേ അകലെയുള്ള ഒരു സ്ഥലത്ത് വന്ന് രക്ഷപ്പെട്ടു. സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് ഒരു ചാനലിൽ കണ്ടായിരുന്നു ഞാൻ. ശരിക്കും ആ ഒരു മൃഗത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്ന ഒരാൾ എന്നൊരു ചിന്ത അതിൽ നിന്നാണ് ഉണ്ടായത് ശരിക്കും. പിന്നെ അത് സ്വാഭാവികമായിട്ടും നമ്മുടേതായിട്ടുള്ളൊരു ട്രാക്കിൽ ആലോചിച്ച് വന്നപ്പോൾ അതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാക്കി ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതായത് ഇപ്പോൾ ആദ്യം ആനിമൽ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആനിമൽ ട്രെയിനേഴ്സുള്ള ലിസ്റ്റ് എടുത്തു കുറേ. അങ്ങനെ ഇപ്പോൾ മനോരമയിലാണ് തോന്നുന്നു ഒരു ആർട്ടിക്കിൾ കണ്ടു, ഒരു മലയാളി ഡോഗ് ട്രെയിനർ ബോംബെയിലുള്ളത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. പിന്നെ കേരളത്തിൽ 1-2 നല്ല ഡോഗ് ട്രെയിനേഴ്സുണ്ട്. അതിലൊരാളാണ് രാജീവ്, വൈക്കത്തുള്ള രാജീവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നായിക, അവിടെയും നായിക തന്നെയാണ് പ്രശ്നം. ആൺപട്ടികളുണ്ട്, പെൺപട്ടികൾ കിട്ടാൻ. നമുക്ക് ഇതിനകത്ത് വേണ്ടത് പ്രധാനമായിട്ടും ഡയാനയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു നായയാണ് വേണ്ടത്. ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇന്ത്യ മുഴുവൻ പരിധിയിൽ തന്നെ പറയാം. അത് അവസാനം ഒരു ഗോൾഡൻ റിട്രീവറെ കിട്ടി അതിന്. അപ്പോൾ ഒരു നായയെ വെച്ച് മാത്രം നമുക്ക് അഭിനയിപ്പിക്കാൻ പറ്റില്ല. അത് 1-2 ഷോട്ട് കഴിഞ്ഞാൽ തന്നെ അതിന് വിശ്രമം ആവശ്യമാണ്. അപ്പോൾ ഒരേപോലത്തെ 2 നായകൾ വേണം. അപ്പോൾ അങ്ങനെ ഡയാനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയ അലച്ചലിനൊടുവിൽ ഗോൾഡൻ റിട്രീവർ സോനാന്നും സോജാന്നും വിളിക്കുന്ന 2 നായകളെ കൊണ്ടാണ് അതിൽ ചെയ്യിപ്പിച്ചത്. ഇത്രയും 15-ലധികം ഡോഗ്സ് ഉണ്ട് അതിൽ മിക്കവാറും സീനുകളിൽ. അപ്പോൾ ഇത്രയും നായകളെ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ശ്രമം വേണം അതിനകത്ത്. പിന്നെ ക്ഷമ വേണം. അത് നമുക്ക് മാത്രമല്ല, കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് ടെക്നീഷ്യൻസിന്, താരങ്ങൾക്ക്. അപ്പോൾ ഇതിന് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അതാണ്. മൊത്തം ടെക്നീഷ്യൻസും മുഴുവൻ ആർട്ടിസ്റ്റുകളും ഇതിനു വേണ്ടിയിട്ട് പരിപൂർണമായും സഹകരിച്ചു എന്നുള്ളതാണ്. എത്ര മണിക്കൂർ അതിനു വേണ്ടി കാത്തിരിക്കാനും വീണ്ടും അത് റീടേക്കുകൾ പോയാലും ആരും ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുകയൊന്നുമില്ല. എല്ലാവരും പരമാവധി അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ കഷ്ടപ്പാടുകൾ അങ്ങനെ ഇവരാണ് നമ്മളെ ക്രൂവും ആർട്ടിസ്റ്റുകളുമാണ് അത് സഹകരിച്ചത്. അതിൽ ഒരു നായിക ഈ പറഞ്ഞ പോലെ ഈ സിനിമയുടെ കഥ നിയന്ത്രിക്കുന്ന ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല നായികമാരെയും സമീപിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം ചെയ്യാൻ പലർക്കും പേടിയായിരുന്നു. പക്ഷേ ഹണിയുടെ അടുത്ത് ആദ്യം ഞാൻ കഥ പറയുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ച അതാണ്, ഇതൊരു കുറച്ച് നെഗറ്റീവ് ടച്ചുള്ളൊരു കഥാപാത്രമാണ്, അത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുമോ ചോദിച്ചപ്പോൾ ഹണി പറഞ്ഞത് ഞാനങ്ങനെ ചിന്തിക്കാറില്ല. എനിക്ക് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്യും. എനിക്കങ്ങനെ പോസിറ്റീവാണോ നെഗറ്റീവാണോ ഒന്നും നോക്കില്ല എന്ന് പറയുന്നത്. പിന്നെ വളരെ ഭംഗിയായിട്ടാണ് അത് ഹണി റോസ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കാരണം അത് വളരെ സട്ടിലായിട്ട് ചെയ്യണം. ഒരിക്കലും ഒരു വില്ലൻ എന്ന് പറയുന്ന തരത്തിലേക്ക് താഴ്ന്നു പോകാനും പാടില്ല. എന്നാൽ ഈ എൻ്റെ സ്റ്റോറി പോകുന്നതിന് അതിനൊരു ടെമ്പോ നിലനിർത്താനുള്ള കഥാപാത്രവുമാണത്. അപ്പോൾ ഹണി അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനൊരു റോള് തിരഞ്ഞെടുക്കാൻ അവതരിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളൊരു കാര്യം. പിന്നെ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതും ഈ ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഹണി റോസ്. പിന്നെ കീർത്തി, ആ കഥാപാത്രം പറയുന്നത് ബ്ലൈൻഡാണ്. ഈ ബ്ലൈൻഡ് എപ്പോഴും കറുത്ത കണ്ണട വെച്ചിട്ട് എല്ലാ സീനിലും നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ
കൃത്രിമത്വം ഇല്ലാതെ ഒരു ബ്ലൈൻഡിനെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി ആരാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ട് ഞങ്ങളിങ്ങനെ പല ഭാഷകളിലും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നായിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഗീതാഞ്ജലി കാണുന്നത്. ഗീതാഞ്ജലി പ്രിയദർശൻ്റെ സിനിമ കാണുമ്പോൾ അതിൽ കീർത്തിയുടെ ആദ്യത്തെ സിനിമയാണ്. അതൊരു ഡബിൾ റോള്, പിന്നെ സൈക്കോ. ഇത് രണ്ടും അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഇരുത്തം വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് പോലും അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഒരു റോളാണത്. അത് വളരെ അനായാസമാണ് അത് കീർത്തി അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ധൈര്യത്തിലാണ് കീർത്തിയെ ഈ റോൾ ഏൽപ്പിക്കുന്നത്. അതിൽ ആദ്യത്തെ ദിവസം തന്നെ കീർത്തി വന്ന് ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പിയായിരുന്നു. കാരണം ഇത് വളരെ ഭംഗിയായിട്ട് കീർത്തി അവതരിപ്പിക്കുന്നുള്ളത് അതിൽ തന്നെ തോന്നിയിരുന്നു. കാരണം നല്ല ഇപ്പോൾ ഒരു കഥ ഒരു സീൻ കേട്ട് കഴിഞ്ഞാൽ അതെന്താണ്, അതെങ്ങനെ അവതരിപ്പിക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിയത് ഇപ്പോൾ ചില ആളുകളുണ്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു മുഴുവൻ തെറ്റിച്ചായിരിക്കും പിന്നെ അത് പെർഫോം ചെയ്യുക. കീർത്തി അങ്ങനെയല്ല, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വളരെ മനോഹരമായിട്ടാണ് അതിൽ ആ കഥാപാത്രത്തെ കീർത്തി അവതരിപ്പിച്ചത്.